എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ചേച്ചി ഒരു കാര്യം നമ്മളിൽ നിന്ന് ഒളിച്ചു വെച്ചത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ നീ കല്യാണം വേണ്ടെന്ന് വെച്ചാ ഇതുവരെ അമൃതേച്ചി ഒറ്റയ്ക്ക് സഹിച്ച സങ്കടങ്ങളൊക്കെ വെറുതെ ആയി പോവില്ലേ മോളെ? ഞാൻ എന്തൊക്കെയാ ചേച്ചി പറഞ്ഞ്? ഓർക്കുമ്പോ തന്നെ എനിക്ക് കുറച്ചിൽ വരുക. ചേച്ചി എനിക്ക് മാപ്പ് തരണം. അറിയാതെ പറ്റിയ തെറ്റാ. അത് ഞാൻ മറന്നല്ലോ. നീ നല്ല കുട്ടിയായി കല്യാണത്തിന് തയ്യാറാവ്. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. വേണ്ട ചേച്ചി, ഇനി അതെനിക്ക് ശരിയാവില്ല. വല്ലാതെ പറ്റിക്കപ്പെട്ട പോലെ എനിക്ക് തോന്നിപ്പോയി. അതിന് കാരണക്കാരിൽ ഒരാൾ ആകാശേട്ടനാണെന്ന് അറിഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയി. ഞാൻ കുറച്ചേരം ഒറ്റയ്ക്കിരിക്കട്ടെ. എന്താ ചേച്ചി ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. നല്ല ഉദ്ദേശത്തോടെ ഞാൻ ചെയ്യുന്നതൊക്കെ ഒടുവിൽ ഇങ്ങനെ ആവുക. ഈശ്വരൻ എന്താ എന്നോടിങ്ങനെ? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? എന്റെ കല്യാണമേ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തും. നടത്തി തരണം. അത് കല്യാണം കഴിക്കാനുള്ള അതിയായ മോഹം കൊണ്ടൊന്നും അല്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാ. അപ്പൊ കല്യാണം കഴിഞ്ഞ് കറങ്ങുമ്പോ അപകടം പറ്റിയ ഒരു കുഴപ്പമില്ലെന്നല്ലേ? എനിക്കറിയാം. ഒരു ബാധ്യത തീർക്കും പോലെ കല്യാണം നടത്തി പറഞ്ഞു വിട്ട ഉത്തരവാദിത്തം തീർന്നല്ലോ. പിന്നെ ചത്താലെന്ത് ജീവിച്ചാലെന്ത്? മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി സമ്മതിച്ചു തരത്തില്ല. ഞങ്ങൾ ചേച്ചിയുടെ അനിയത്തിമാരാ, അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരൊന്നും അല്ല. ഹലോ അഖില. ആകാശേട്ടൻ എവിടെയാ? ഞാനിപ്പോ പുറത്താ. 1-2 ഫ്രണ്ട്സിനെ കാണാണ്ടായിരുന്നു. കല്യാണമൊക്കെ വരികയല്ലേ, എല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ പിണക്കാവും. ആരോടും പറയണ്ട. നടക്കാത്ത കല്യാണത്തിന് ആളെ വിളിച്ചു വരുത്തി നാണം കെടുത്തുന്ന എന്തിനാ? നടക്കാത്ത കല്യാണോ? ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. നീ എന്താ ഫോൺ വിളിച്ച് കോമഡി പറയണോ? കോമഡി ആയിട്ട് തോന്നി ആകാശേട്ടന്? എന്നാ ഇത് കോമഡി അല്ല. ഈ കല്യാണം നടക്കില്ല. ആകാശേട്ടൻ എന്താ കരുതിയേ? ഞാനൊരു മണ്ടിയാണ്, ഇവിടെ നടക്കുന്നൊന്നും ഞാൻ അറിയില്ലെന്നോ? ഇത്രയും കാലം നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ പറ്റിച്ചു. പക്ഷെ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഒക്കെ അറിഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മിക മാമയ്ക്ക് സ്വർണം വേണമെങ്കിലേ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങണം. അല്ലാതെ മകന്റെ കല്യാണത്തിന്റെ പേരിലല്ല സ്വർണത്തോടുള്ള ആർത്തി തീർക്കണ്ടേ. അഖില, നീ എന്തൊക്കെയാ പറയണേ? വെറുതെ അഭിനയിക്കല്ലേ. ആകാശേട്ടനെ പറ്റി ഞാൻ ഇങ്ങനൊന്നും അല്ല കരുതിയത്. കഷ്ടം, ഇങ്ങനൊരാളായിരുന്നു നിങ്ങള്. നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാൻ? ചാക്ക് കണക്കിന് സ്വർണ്ണമായിട്ട് വരുന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിച്ചോ? നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല. പിന്നെ മേലിൽ അമൃതേച്ചിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. ഒരു പ്രാവശ്യം കൂടി എന്റെ പേരിൽ അമൃതേച്ചിയുടെ കണ്ണ് നിറഞ്ഞ അഖിലയുടെ വേറൊരു മുഖം നിങ്ങൾ കാണും. അഖില, ഞാൻ എന്തുവെന്നാ നീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഇനി മേലിൽ എന്നെ കാണാൻ ശ്രമിക്കോ, എന്റെ ഫോണിൽ വിളിക്കുകയോ ചെയ്യരുത്. ഒക്കെ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഗുഡ് ബൈ. ഹലോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.